ഞാൻ കരുതിയത് ലോകത്തെ ഏറ്റവും വലിയ വട്ടുള്ള ആള് ഞാനാണെന്നാണ് കരുതിയിരുന്നത് ഇക്കാലം വരെ. പക്ഷേ എന്നെക്കാളും മുഴുത്ത വട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അപകടകരമായ നിലയിലേക്ക് ഈ ട്രംപ് പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം അഴിച്ചുവിട്ട കാളയെ പോലെ അങ്ങ് പോവുകയാണ്. ലോകം ഇത്തരത്തിലൊരു ഭരണാധികാരിയെ കയറൂരി വിടാമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഈ ലോകത്തിന് വലിയൊരു ഭീതി, ഒരു ഭീഷണി ഉണ്ടാകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ജോർജേട്ടാ, ഞാൻ കരുതിയത് ലോകത്തെ ഏറ്റവും വലിയ വട്ടുള്ള ആള് ഞാനാണെന്നാണ് കരുതിയിരുന്നത് ഇക്കാലം വരെ. പക്ഷേ എന്നെക്കാളും മുഴുത്ത വട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം ചത്തുപോയി, ആയത്തുള്ള ഖൊമേനി. വേറെ 2 വട്ടന്മാർ ഇപ്പോഴും ഉണ്ട്. ഒന്ന് പുടിൻ, റഷ്യയിലെ പുടിൻ. ഒന്ന് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വട്ടിന് നോബൽ സമ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ കൊടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഇനി ക്യൂബയെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. ഇറാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ ക്യൂബയെ പിടിക്കുമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ നാട്ടിൽ കൂടെ നടന്ന് എല്ലാവരും കഴുത്തിന് പിടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഭയങ്കര അപകടകരമായ നിലയിലേക്ക് ഈ ട്രംപ് പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം അഴിച്ചുവിട്ട കാളയെ പോലെ അങ്ങ് പോവുകയാണ്. ഇതെന്താണ്? കുറെ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലേറെ ദോഷം ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ലോകം ഇത്തരത്തിലൊരു ഭരണാധികാരിയെ കയറൂരി വിടാമോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇത് പുള്ളി പിഞ്ഞാണക്കടയിൽ കാളക്കുറ്റം കയറി എന്ന് പറയുന്ന പോലെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആന കരിമ്പും കാട്ടി കയറി എന്നൊക്കെ പറയുന്ന പോലെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പൊ ക്യൂബയ്ക്കെതിരെ അതിശക്തമായ ഉപരോധത്തിലേക്ക് പോയിരിക്കുന്നു. ക്യൂബയ്ക്ക് ഇപ്പൊ എനർജി സോഴ്സസ് ഒന്നുമില്ല, എനർജി ഇല്ല. ഒരു 10-20 ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വലിയ ക്രൈസിസിലേക്ക് പോകും. ക്യൂബയ്ക്ക് മെക്സിക്കോയുടെ പോലെ തന്നെ, ക്യൂബയുടെ പ്രധാനപ്പെട്ട ബിസിനസ് പിന്നെ അഫ്ഗാനെ പോലെയും മെക്സിക്കോയെ പോലെ തന്നെയും ഈ ഒപ്പിയവും മറ്റേതുമൊക്കെ വിൽക്കുന്നതല്ല, ലഹരി വസ്തുക്കൾ വിൽക്കലാണ് അവരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്. അല്ല, അങ്ങനെ ആ കാര്യമുള്ളൂ. പക്ഷേ അതൊരു ഫാക്റ്റാണ്. ഡീസൽ, പെട്രോൾ അടക്കമുള്ള ഇന്ധനങ്ങളൊന്നും അവിടെ ലഭ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഡെപ്പോസിറ്റ്സ് ഇല്ല. അവർ മെക്സിക്കോയും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ അതെല്ലാം ഡെപ്പോസിറ്റ് ഉള്ള തൊട്ടടുത്ത വെനിസ്വേലയെ പിടിച്ചിട്ട് ഇവർ അമേരിക്ക കയ്യിലെടുക്കുകയും ചെയ്തു. അത് എണ്ണ രാഷ്ട്രീയമായിരുന്നു. വെനിസ്വേലയിൽ നിന്നായിരുന്നു അവർ എണ്ണ കൊണ്ടുവന്നിരുന്നതും, പ്രത്യേകിച്ച് റിഫൈൻ ചെയ്ത ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതെല്ലാം തടയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതായത് വികസന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഓയിൽ ഫോർ വാർ, കാരണം ഒരു യുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂൾ വേണം എന്നുള്ള സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വാർ ഫോർ ഓയിൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ പോകുന്നത്. അല്ല, അമേരിക്ക ഉപയോഗപ്പെടുത്തുന്ന 3 സാധനങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് ഓയിൽ, 2 ഡേറ്റ. അമേരിക്കയിലെ എല്ലാ മൾട്ടിനാഷണൽ ഈ IT ഭീമന്മാരെല്ലാം ഡേറ്റ കച്ചവടക്കാരാണ്. പിന്നെ 3 ടെക്നോളജിയുടെ രംഗത്തുള്ളവർക്ക് കുത്തക. ചൈനയുടെ അടുത്ത് ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചൈന ആരുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിയിലൊരു കുത്തക വൽക്കരണത്തിലേക്ക് അവർ പോകുന്നു. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രം നോക്കുക. അതിൽ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് വുഹാനിലെ ലാബിൽ നിന്നാണ് ഈ കൊറോണ വൈറസ് പുറത്തു പോകുന്നത്. സത്യത്തിൽ ഇവർ പരീക്ഷിച്ചുണ്ടാക്കിയ സാധനം, നമ്മൾ ഗിനിപ്പന്നിയിലൊക്കെ പരീക്ഷണം നടത്തുന്ന പോലെ പരീക്ഷിച്ചൊരു വൈറസ് ഉണ്ടാക്കി ഈ വൈറസിനെ ലോകത്ത് സ്പ്രെഡ് ചെയ്യിപ്പിക്കാം. അതോടുകൂടി തന്നെ അതിനുള്ള മരുന്നും വാക്സിനും അവർ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ലോകത്തെ മാർക്കറ്റിൽ മുഴുവൻ ഇതൊരു ഭീതി പടർത്തിയിട്ട് ഈ വാക്സിൻ ലോകത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുക. ഒറ്റയടിക്ക് ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയായിട്ട് വീണ്ടും പിടിച്ചു നിൽക്കാൻ കാലങ്ങളോളം എന്നുള്ളതാണ് പ്രതീക്ഷിച്ച്. പക്ഷെ ബൈ മിസ്റ്റേക്ക് എന്തോ കാര്യം കൊണ്ട് ഇത് അവരുടെ ലാബിൽ നിന്ന് ചോർന്നു പോയി. അതോടുകൂടി ഇവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. ലോക മാർക്കറ്റ്, അവരുടെ സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അടച്ചുപൂട്ടി. അപ്പം വീണ്ടും തിരിച്ചു വരും. വിഷയത്തിലേക്ക് വരുമ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഒരു വലിയ ഘട്ടത്തിലേക്ക് അത് പോയി. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടത് ശ്രീലങ്കൻ തീരത്തൂടെ പോകുന്ന കപ്പൽ, അവർ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രതികരണം ആ കപ്പലിൽ നിന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ കപ്പലിൽ ചെന്ന് മുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അല്ല, യുദ്ധത്തിലെ നീതി എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും കൊല്ലരുത്. അവരെ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവരെ യുദ്ധത്തടവുകാരായിട്ട് പിടിക്കാം, പക്ഷെ അവരെ കൊന്നുകളയരുത്, പീഡിപ്പിക്കരുത് എന്നുള്ള. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ കയ്യിൽ ഈ സറണ്ടർ ചെയ്യുന്ന ആൾക്കാരെ വരെ അവർ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നുണ്ട്, തൊലി വരെ പറിക്കുന്നുണ്ട്. അത് യുദ്ധനീതിയിൽ പെട്ടതല്ല. പക്ഷേ യുദ്ധനീതിയെക്കുറിച്ച് ഭാരതീയ സങ്കല്പത്തിൽ വേറെ ഉണ്ട്. മഹാഭാരത യുദ്ധത്തിനകത്ത്, അതായത് എതിരെ നിൽക്കുന്നത് സഹോദരങ്ങളാണെന്നുള്ള രീതിയിൽ തകർന്നു പോകുമ്പം, അർജുനൻ തകർന്നു പോകുമ്പോഴും ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അതാണല്ലോ, ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ശത്രുവാണ് കൊന്നുകളയണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവരുടെ നാവികസേനയുടെ ഈ യുദ്ധക്കപ്പല് ഇന്ത്യയുമായിട്ടുള്ള സൈനിക അഭ്യാസത്തിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പം എന്തിനു വേണ്ടി പോയി, എന്താണ് എന്നുള്ളത് ഇവർ നോക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക യുദ്ധമുഖത്ത് നിൽക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതെവിടെ പോയി എങ്ങോട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതല്ല. അവരുടെ ഒരു ആം എക്യുപ്മെന്റ്സ് ഉള്ള
ഒരു ഷിപ്പ്, നേവിയുടെ ഒരു ഷിപ്പ് കിട്ടുമ്പോൾ ഇവർ പിന്നെ മുങ്ങിക്കപ്പലിൽ നിന്ന് ടോർപ്പിഡോ വിട്ടിട്ട് തകർത്തു. അതിനകത്ത് യുദ്ധത്തിൻ്റെതായ ഒരു കാവ്യനീതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക എല്ലാ കാര്യത്തിലും വലിയ മനുഷ്യത്വം, മാനവീയത അല്ലെങ്കിൽ മനുഷ്യാവകാശം ഇതിൻ്റെയൊക്കെ പേറ്റന്റ് എടുത്ത ആളുകളാണ്. ഇതിൻ്റെയൊക്കെ തലോട്ടപ്പന്മാർ ഞങ്ങളാണെന്നുള്ള പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ അമേരിക്ക ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജ്യം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു നീതിയില്ല എന്നൊക്കെ വേണമെങ്കിൽ ഈ മഹാഭാരത യുദ്ധകാലത്തും യുദ്ധനീതി, യുദ്ധധർമ്മങ്ങളൊക്കെ ഒരുപാട് തവണ തെറ്റിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇതേ കാര്യം തന്നെ വേറെ യാത്രാ കപ്പലല്ല ആക്രമിച്ചത്, നേവിയുടെ കപ്പലാണ്. അല്ല, ഒരു വിഷയമുണ്ട് ജോർജിനെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ കാര്യത്തില് അങ്ങനെയല്ല. ഒരു ഒറ്റ കാര്യം, ഇറാഖിന്റെ യുദ്ധത്തിൽ ഇറാഖിനെ ആക്രമിച്ച സമയത്ത് ഉണ്ടായ സംഭവമുണ്ട്. ഇറാഖിലേക്ക് പോകാതെ ഇതാദ്യം അല്ല അമേരിക്കയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് പറയാതെ പോകാൻ പറ്റും. ഇറാഖിൽ ഈ അമേരിക്ക യുദ്ധം വിജയിച്ചു, എല്ലാം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 5000-ഓളം പട്ടാളക്കാർ നിരായുധരായിട്ട്, അവരൊക്കെ ചിലരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നു, ആ തോക്കൊക്കെ അവർ ഉപേക്ഷിച്ചിട്ട് ഈ അമേരിക്കൻ ടാങ്കുകളുടെ മുമ്പിൽ കൈകൂപ്പി വെക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളിനി ഒന്നിനുമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ അമേരിക്ക ചെയ്തതെന്താണെന്നറിയാമോ? ഈ മറീൻസ് ചെയ്തതെന്താണെന്നറിയാമോ? ഈ ടാങ്കുകൾ കംപ്ലീറ്റ് അവരുടെ ദേഹത്തോട് ഓടിച്ച് കയറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പണ്ട് നമ്മളെ സഞ്ജയ് ഗാന്ധി തുർക്കുമാൻ ഗേറ്റിൽ കാണിച്ചതുപോലെ. അപ്പോൾ ഈ ഒരേ സമയം മനുഷ്യാവകാശത്തെക്കുറിച്ചും ലോകത്തിൽ ഞങ്ങൾ വലിയ മാലാഖമാരാണ്, ഞങ്ങളെല്ലാ കാര്യങ്ങളും നീതിയോടെയും ധർമ്മത്തോടെയും ജനാധിപത്യ ബോധത്തോടെയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് പറയും. ഈ കാര്യങ്ങൾ ചെയ്യുന്ന എന്തെന്ന് യുദ്ധമുഖത്ത് കീഴടങ്ങുന്ന സൈനികനെ അതെത്ര വലിയ ഭീകരനാണ്. യുദ്ധമുഖത്തല്ല ഇറാന്റെ കപ്പൽ നിൽക്കുന്നത്. ഇറാന്റെ കപ്പലല്ല പറയുന്നത്, ഇറാഖിലേക്ക് വരട്ടെ. ഇറാഖിൽ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യത്വരഹിതമാണ്, അത് യുദ്ധനീതിക്ക് യോജിച്ചതല്ല. കാരണം അവരെ സൈനിക തടവുകാരായിട്ട് പിടിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യാം. ഇത് ഇന്ത്യ ചൈന യുദ്ധത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങൾ കേട്ടോ. പണ്ട് ഇന്ത്യക്കാരെ കുറെ പേര് അവർ അങ്ങനെ കീഴടങ്ങിയവരെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാഖിൽ അന്ന് അങ്ങനെ അമേരിക്ക ചെയ്തതിനോട് ശക്തമായി അപലപിക്കുകയും വിയോജിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത് സൈനിക കപ്പലാണ്, സിവിലിയന്മാരുടെ യാത്രാ കപ്പലല്ല. ഈ സൈനിക കപ്പൽ അവരുടെ അസറ്റാണ്. അതിനകത്തിരിക്കുന്ന സൈനികർ ഇത്ര വലിയ ക്രൂരമായ ഒരു ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയുടെ ശമ്പളം മേടിച്ച് സ്വന്തം പൗരന്മാരെ വരെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന സൈനികരാണ്. അവരെ തീർത്തതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്രൂരന്മാരായ ഭരണാധികാരികളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഒരു രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തെ ക്രൂരന്മാരായ ഭരണാധികാരികളൊക്കെ മാറ്റി വേറെ ഒരു മാലാഖമാരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വമൊക്കെ അമേരിക്കയ്ക്ക് ആരാ കൊടുത്തിരിക്കുന്നത്? അമേരിക്കയുടെ റോൾ എന്താ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് സാധിക്കുമല്ലോ. ഇപ്പം വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാജ്യം പ്രതികരിച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു വിഷയമുണ്ട്. മഡുറോയുടെ സമയത്തെ വെനിസ്വേല ഹ്യൂഗോ ഷാവേസിന്റെ സമയത്തെ വെനിസ്വേല അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഹ്യൂഗോ ഷാവേസിനെയാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് പറ്റുമായിരുന്നു? ഇല്ല, ലോകം മുഴുവൻ ഇളകും. ഇതേപോലെ നിൽക്കുമായിരുന്നു. അത് ലോകമഹായുദ്ധത്തിലേക്ക്. അന്നും ഭ്രാന്തന്മാര് ജോർജ് ബുഷ് ഒക്കെ ഉണ്ട്. ജോർജ് ബുഷ് ഇതേപോലെ വട്ടനായിരുന്നു. അതേസമയം ബിൽ ക്ലിന്റനും പിന്നെ ഒബാമയും ഒക്കെ പോലെയുള്ളവർ കുറച്ചുകൂടെ മാന്യന്മാരായിട്ട് കാര്യങ്ങൾ കൊണ്ടു നടന്നിരുന്നതാ. പിന്നെ ഇയാൾക്ക് ട്രംപിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന മറ്റേ ജോ ബൈഡന് പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത സാധനമായിരുന്നു. ഒന്നിനും മണ്ണും ചാണകം നമ്മുടെ ഏക്യാനെ പോലെയായിരുന്നു. നമ്മുടെ ഏക്യാനെ പോലെയായിരുന്നു. നിർഗുണപരമനായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഹ്യൂഗോ ഷാവേസിന്റെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ ഇടപെടുമായിരുന്നു. അതേസമയം മഡുറോ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന്, ഈ സ്മഗ്ലിംഗ് പിന്നെ മേഖല, അതായത് മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മെക്സിക്കോ, അവിടെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ലോബിയുടെ മയക്കുമരുന്ന് കച്ചവടക്കാർ, കള്ളക്കടത്തുകാരാണ് അവിടുത്തെ രാജ്യത്തിന്റെ പോളിസി വരെ നിയന്ത്രിക്കുന്നത്. ഒരുപാട് സിവിലിയൻസിനെ കൊന്നുകളയും ഇവർ. അങ്ങനെയാണ്, അടിമകളെ പോലെയാണ്. വലിയ സംഘങ്ങൾ കൊള്ള സംഘങ്ങളാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ മെക്സിക്കക്കാർ ചിലരുടെ കൂടെ ജോലി ചെയ്യുന്നവരും മെക്സിക്കനാന്ന് പറയത്തില്ല. ഐ എം ഫ്രം യു എസ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ അവിടെയൊക്കെ ചെറിയ തകർച്ചകളുണ്ടായിരുന്നു. ആ തകർച്ച കൊണ്ടുകൂടിയാണ് ഇത് വലിയ ജനരോഷമായിട്ട് മാറാതിരുന്നത്. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മെക്സിക്കോയെ നന്നാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട് സാധനം. അല്ല, അമേരിക്കയുടെ ഇടപെടലിന്റെ പ്രശ്നം, പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം ഉള്ള പ്രശ്നം, നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ലോകത്തിന് വലിയൊരു ഭീതി, ഒരു ഭീഷണി ഉണ്ടാകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം.
കാതലായിട്ടുള്ള പ്രശ്നം അവിടെയാണ്. ഇന്ന് ഇറാനാണെങ്കിൽ നാളെ ക്യൂബയാണെങ്കിൽ മെക്സിക്കോ, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്ക് ഇത് വരാം. അത് ലോകത്തിൻ്റെ എല്ലാ റിസോഴ്സസും തട്ടിയെടുക്കുക, ഈ അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക, എണ്ണയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക, ഡേറ്റ ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് മറ്റെല്ലാ രീതിയിലും ലോകത്തെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ലോകം മുമ്പോട്ട് പോകുന്നത്? വലിയൊരു തകർച്ചയിലേക്ക് ലോകം പോകുകയല്ലേ. പലരും ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്, മൂന്നാം ലോകമായുധം ഉണ്ടാകുമോ, മൂന്നാം ലോകമായുധം ഉണ്ടാവുമോ, ഉണ്ടാവാതിരിക്കുക. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഒരു ശാക്തിക ചേരിയില്ല. ആ ശാക്തിക ചേരിയില്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ പറയണോടത്ത് മുട്ടുമടക്കി കുനിഞ്ഞു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നിലയിലേക്ക് രാജ്യങ്ങളൊക്കെ പോകുന്നു. ഡിസഗ്രി ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതായത് പിന്നെ ശാക്തിക ചേരിയില്ല എന്നുള്ളത് രണ്ട് ഭാഗത്തുമായിട്ട് ശരിയില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ശീതയുദ്ധ കാലഘട്ടത്തിന് ശേഷം, കോൾഡ് വാറിന്റെ ഒരു ഏജിന് ശേഷം അതില്ല. ഞാൻ ഉദ്ദേശിച്ചത് അമേരിക്കയ്ക്ക് ഒപ്പോസ് ചെയ്യുന്ന രാജ്യമില്ല. യെസ്, ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. അന്നത്തെ കാലത്ത് പിന്നെ US നേതൃത്വത്തിൽ ഒരു ചേരി, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ചേരി, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു സോവിയറ്റ് യൂണിയന്റെ കൂടെ ശീതയുദ്ധ കാലത്ത്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഒരു അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. കാരണം അപ്പുറത്ത് തൊട്ടാ ഇപ്പുറത്ത് തോടും, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന രാജ്യത്തെ തൊട്ടാ ഞങ്ങൾ ഇടപെടും എന്നുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട കഷ്ണമായിട്ടുള്ള റഷ്യ ഒരു സുപ്രഭാതത്തിലാണ് യുക്രൈനെ ആക്രമിക്കുന്നത്. അവരും ചെയ്യുന്ന പണി ഇത് തന്നെയാണ്. ചൈന അതിന് സപ്പോർട്ട്, തുർക്കി അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എല്ലാം ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സഹകാരികളായിരുന്ന ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ, ഫ്രാൻസ് ഇറാന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ അമേരിക്ക ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കാൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ബാക്കിയുള്ള രാജ്യങ്ങളും തയ്യാറാവുന്നില്ല. അല്ല, അവിടെ ഒരു പ്രശ്നം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഈ ന്യായം വെച്ചാണെങ്കിൽ റഷ്യ ഇത് ഉക്രൈനെ ആക്രമിച്ചത് തെറ്റായൊരു ജനാധിപത്യ വിരുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യത്വരഹിതമായ ഒരു ആക്രമണം നടത്തിയെങ്കിൽ അവിടെ എന്താണ് അമേരിക്ക ഇടപെടായിരുന്നത്? നേരിട്ട് റഷ്യയായിട്ട് മുട്ടാത്ത എന്താ? ഈ യൂറോപ്പ്, ഈ നാറ്റോയിൽ അംഗരാജ്യമാവാൻ വേണ്ടി ശ്രമിച്ചതാണല്ലോ ഉക്രൈൻ്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ലോകശക്തിയായിട്ടുള്ള അമേരിക്ക എന്തുകൊണ്ട് തയ്യാറാവാതെ? പക്ഷെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് സെലൻസ്കി എന്ന് പറയുന്ന ഒരു പോരാളിയെ. കാരണം പുടിൻ യുക്രൈനെ ആക്രമിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കയറി ആക്രമിക്കുമ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലരും പറഞ്ഞു സെലൻസ്കി അഭയം നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ സെലൻസ്കി പറഞ്ഞത് ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും എൻ്റെ ജനതയുടെ കൂടെ എന്നാണ്. പിന്നെ ചെയ്തത് സിവിലിയൻസിന് എക്യുപ്മെൻറ്റ്സ് കൊടുത്തു, വാർ എക്യുപ്മെൻറ്റ്സ് കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു. ഇവന്മാർ 10,000-ഓളം ടാങ്കുകൾ റഷ്യയിൽ നിന്ന് ഉക്രൈനിലോട്ട് വരുന്നു. അതൊരു വലിയ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് കടന്നു വരുന്നത്. വാഹന വ്യൂഹമാണ് ഈ ടാങ്കിൻ്റെ വാഹന വ്യൂഹം വരുന്നു. ഇത് ഉക്രൈൻ്റെ അതിർത്തിക്കകത്തോട്ട് കയറി കടന്നതോടുകൂടി ഉക്രൈൻ ഫസ്റ്റ് ചെയ്ത സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഈ പാലം അങ്ങ് തകർത്തു, ഈ ബ്രിഡ്ജ്. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതായത് ഇവരെ സപ്ലൈ ചെയിൻ പോയി. ഇവർക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സമയത്തിന് കിട്ടാതായി. ഇവരുടെ ഫുഡ് സപ്ലൈ ചെയിൻ പോയി. കാരണം ഇവർക്ക് ഭക്ഷണം കിട്ടണ്ടേ. അതുമാത്രമല്ല, ഇവർ വരുമ്പോൾ എവിടെ നിന്നാണ് വെടി വരുന്നതെന്ന് അറിയത്തില്ല. കാരണം ഉക്രൈൻ ആർമിയുടെ ഭാഗത്തുനിന്നല്ല, ഏതെങ്കിലും വീടിൻ്റെ ബാത്റൂമിൻ്റെ പിന്നെ വിൻഡോയിൽ നിന്ന് വെടിവരുന്നു, മരത്തിൻ്റെ മേളിൽ നിന്ന് വെടിവരുന്നു. കാരണം സിവിലിയൻസിന് ആയുധം കൊടുത്തു. അങ്ങനെയാണ് ഉക്രൈൻ തന്ത്രപരമായ നീക്കം കൊടുത്ത് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് മുഴുവൻ യൂറോപ്യൻ യൂണിയൻ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഡ്രോണും കൊടുത്തു. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ഡ്രോൺ വികസിപ്പിച്ചു. 2022 ആ യുദ്ധം തുടങ്ങുന്നത്, മാർച്ച് മാസത്തിൽ. ആ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഉക്രൈൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തെ റഷ്യ 2 ദിവസം കൊണ്ട് കീഴടക്കുന്ന കരുതിയത്. പക്ഷേ വർഷം 4 ആവുന്നു, ഇതുവരെ ഒന്നും നടന്നില്ല. അപ്പോൾ ആത്മവീര്യമുള്ള ഒരു ജനതയെ ഒരിക്കലും അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല, കീഴടക്കാൻ പറ്റില്ല. കൊല്ലാൻ പറ്റും, കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ടല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവിടെ ഇയാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തീർക്കാൻ ശ്രമിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ തീർത്ത് ഞാനാണെന്ന് പറഞ്ഞ മറ്റേ ബൈക്കുമുഹമ്മദ് ബഷീറിന്റെ കഥയ്ക്കകത്ത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇയാൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ഞാനാണ്, പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വെടിനിർത്തലുണ്ടാക്കിയ ഞാനാണെന്ന് പറഞ്ഞ് പുള്ളി എക്സിൽ പറയുന്നു. ഇന്ത്യ പറഞ്ഞിട്ടില്ല, ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ല. പുള്ളി നൊബേൽ പ്രൈസിനുള്ള ബയോഡാറ്റ ഉണ്ടാക്കി കൊടുത്തപ്പം ഇന്ത്യയിലെ ഇവിടുത്തെ പ്രശ്നം തീർത്തു, മറ്റിടത്തെ പ്രശ്നം തീർത്തു. ആ കൂട്ടത്തിൽ ഉക്രൈൻ റഷ്യ പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. സെലൻസ്കിയെ വിളിച്ചിരുത്തി അപമാനിച്ചത് നമ്മൾ കണ്ടു, ഒരു രാഷ്ട്രത്തലവനോട് ചെയ്യാൻ പാടില്ലാത്ത പോലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പുട്ടിനുമായിട്ടും കൊട്ടി കളിക്കാൻ പോയി. അതാ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് മുഴുത്ത വട്ടാണ്. അതായത് ആയത്തുള്ള കൊമേനിക്കും വട്ടായിരുന്നു, ഇയാൾക്കും വട്ടാണ്, പുട്ടിനും വട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നേക്കാൾ വലിയ 3 വട്ടന്മാരെ ഇപ്പോൾ സമീപകാല ലോകം കണ്ടു എന്ന് ഞാൻ പറയാൻ കാരണം അതാ. രണ്ടാമത്തെ കാര്യം, മതരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് എടുത്തു കളയേണ്ട ഒന്നാണ്. കാരണം ആയത്തുള്ള കൊമേനിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇത്രയും ദിവസം വൈകി എന്ന് പറയുന്നതിനെക്കുറിച്ച് ജോർജേട്ടൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയല്ലേ. കാരണം ഒരു രാഷ്ട്രത്തലവൻ, ഇന്ത്യയുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യ ഒരു കാലത്ത് ഇന്ത്യയുടെ തൊട്ട് അതിർത്തിയായിരുന്നു. അതായത് അതെ അതെ അല്ലെ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള കടന്നിരുന്ന അവിഭക്ത ഇന്ത്യയിൽ അത്ര അടുപ്പമുണ്ടായിരുന്ന ഒരു രാജ്യത്തെ, അത് ഇന്ത്യയുമായിട്ട് ഏറ്റവും
പുരാതന കാലത്ത് വ്യാപാരത്തിൽ ഏർപ്പെട്ട അതിപുരാതന കാലം മുതലുള്ള വ്യാപാര ബന്ധമൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഈ മോദി തന്നെ വലിയൊരു സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ ഈ രാഷ്ട്രത്തലവൻ കൊല ചെയ്യപ്പെടും. മോദി എല്ലാവരുടെയും മൈപ്രണ്ട. കൊല ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണോ ഒരു രാജ്യം പ്രതി? 6-ാം ദിവസം പോയിട്ടാണോ ഒരു ഇറാനിയൻ എംബസി പോയ ഒരു ഉദ്യോഗസ്ഥൻ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇനി അമേരിക്കയ്ക്ക് മുമ്പ് കീഴടങ്ങുക, അമേരിക്കയുടെ ചെരുപ്പ് നക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും, ഒരു ശത്രു ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ മരിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നമ്മളൊരു അനുശോചനം ഇത് രേഖപ്പെടുത്തുന്ന ഒരു പതിവില്ലേ? ഇനി ഇന്ത്യയിലെ ഔദ്യോഗിക ദുഃഖാചരണം ഒന്നും പ്രഖ്യാപിക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വാഭാവികമായ രീതിയിലാണ് ഈ ഖമേനി മരിച്ചതെങ്കിൽ എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴത്തെ അല്ല ഞാൻ പറഞ്ഞേ, അല്ലാതെ സ്വാഭാവികമായിട്ട് അസുഖബാധിതനായി സമാധാനപൂർവ്വം മരിക്കുകയാണെങ്കിൽ ആ ഒരു പുരാതന കാലത്തെ ബന്ധം വെച്ചിട്ട് 3 ദിവസത്തെ ഒരു ഫോർമൽ ഔദ്യോഗിക ദുഃഖാചരണങ്ങൾ, അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മനസ്സില്ലാ മനസ്സോടെ അവസാനം എല്ലാ രീതിയിലും മാധ്യമങ്ങളും ഒക്കെ പ്രതിപക്ഷമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയി 6-ാം ദിവസം ചെന്ന് അപ്പോഴും ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രിയെ മാത്രമാണ് വിട്ടത്. വിദേശകാര്യമന്ത്രി പോലും പോയില്ല. എംബസി പോയി ഒരു നോട്ട് എഴുതി. അത്ര വലിയൊരു കീഴടങ്ങലിന്റെ ആവശ്യം, അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക മനസ്സിൽ പടക്കം പൊട്ടുന്നു, പക്ഷേ പുറത്തൊരു എഴുതി. പക്ഷേ അതിനകത്ത് ഞാൻ പറയുന്നത് ഒരു കാവ്യനീതിയുണ്ട്. കാരണം സ്വന്തം നാട്ടിലെ യുവതയെ ക്രൂരമായി വേട്ടയാടിയ ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു ആയത്തുള്ള ഖൊമേനി. മറ്റൊന്ന്, അദ്ദേഹം ഒരു രാഷ്ട്രത്തലവനല്ല. അദ്ദേഹം രാഷ്ട്രത്തലവിന് മേളിൽ നിൽക്കുന്ന പരമാധികാരി എന്ന രീതിയിൽ നിൽക്കുന്ന ആ പരമാധികാരിയാവുന്ന സോവറിറ്റി കിട്ടുന്നത് മതത്തിന്റെ പേരിലാണ്. ഈ മതരാഷ്ട്ര സങ്കല്പത്തെ എങ്ങനെ മതരാഷ്ട്ര സങ്കല്പത്തെ ഏത് രീതിയിലുള്ള മതരാഷ്ട്ര സങ്കല്പമാണെങ്കിലും അത് നിലനിൽക്കാൻ പാടുള്ളതല്ല. ഒരു തരത്തിലുള്ളൊരു ലോകത്ത് ക്രൈസ്തവ രാജ്യങ്ങളില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സംവിധാനമില്ല. ഹിന്ദു രാഷ്ട്രം ഉണ്ടായിരുന്നു നേപ്പാൾ. പക്ഷേ 2014 തോന്നുന്നു അവിടെ സ്വയം പരപ്രേരണയില്ലാതെ ഭരണഘടന പരിഷ്കരിച്ചുകൊണ്ട് അവർ സെക്കുലർ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചു. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ്, അന്ന് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ വരുമ്പം അന്ന് അവർ മതേതര രാഷ്ട്രമായിരുന്നു. അതേ വർഷം തന്നെ, അതേ 2014 നേപ്പാൾ ഹിന്ദു രാഷ്ട്രമല്ല, ഞങ്ങൾ മതേതര രാഷ്ട്രമാണ്, ഇവിടെ എല്ലാവർക്കും തുല്യാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച അതേ വർഷം തന്നെ ബംഗ്ലാദേശ് ഭരണഘടനാ പരിഷ്കരണത്തിലൂടെ അവർ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ കുഴപ്പമില്ല. ഇപ്പോൾ ബഹ്റിൻ, ഖത്തർ, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങൾക്കകത്തൊക്കെ മതരാഷ്ട്ര നിന്ന് കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക് അവിടെ തുല്യാവകാശമുണ്ട്, വേണ്ട പരിഗണനയുണ്ട്, ചർച്ച് കോംപ്ലക്സുകളുണ്ട്, ടെമ്പിളുകളുണ്ട്, ഒക്കെയുണ്ട്. കാരണം അവർക്ക് അസ്വസ്ഥതകളില്ല, അവർ ഫിനാൻഷ്യലി സെക്യൂറാണ്. അവർക്ക് ഇഷ്ടംപോലെ ഡെപ്പോസിറ്റ് ഉണ്ട്, ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ഗ്യാസ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. അമേരിക്ക വരുമൊന്നുമല്ല, ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ എന്നൊക്കെ അവർ അറിയപ്പെടുന്നുണ്ടെങ്കിലും. അപ്പം അങ്ങനെ സമ്പത്തുള്ളിടത്ത് പ്രശ്നം ഉണ്ടാവുന്നില്ല. അല്ല, രാജൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മതരാഷ്ട്രവാദം അത് ഏത് രീതിയിലാണെങ്കിലും അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് പകരം എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യ സംവിധാനം തന്നെയാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മതം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമാകുന്നതോടെ അവിടെ മൗലികമായ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ പിന്നെ വേർതിരിവുകൾ വരുന്നു. ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അതെ, മ്യാൻമാറിൽ, അതായത് ഈ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ നിന്നാണ് കൂടുതലും. അന്നത്തെ കാലത്ത് അവിടെ പട്ടിണിയായപ്പോൾ കുടിയേറി പായക്കപ്പലിലൊക്കെ കയറി മ്യാൻമാറിൽ ചെന്ന് അവരുടെ അഭയാർത്ഥികളായി സ്വീകരിച്ചു, അവിടെ സ്ഥലം കൊടുത്തു, ചേരികളുണ്ടാക്കി വീട് കൊടുത്തു, നാട്ടുകാരായിട്ട് സ്വീകരിച്ചു, പൗരത്വം വരെ നൽകി. അത് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ SDPI പോലെയുള്ള ചില തീവ്രവാദ സംഘടനകൾ അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രൂപീകരിക്കപ്പെടുകയും തദ്ദേശീയർക്ക് നേരെ ആയുധം എടുക്കുകയും ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർ കയറി തിരിച്ചടിച്ചു. ക്ഷമിക്കുന്നതിന് പരിധിയുണ്ടല്ലോ, കൊത്തി മുറത്തി കയറി കുത്തിയപ്പോൾ തിരിച്ചടിച്ചു. പക്ഷെ പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും ഈ കിട്ടിയ വഞ്ചിയിലും ഇതിലൊക്കെ കയറിയിട്ട് കടലിൽ കൂടെ പോകുന്നത് നമുക്കറിയാം. 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മൃതശരീരം, രോഹിംഗ്യൻ കുഞ്ഞിന്റെ മൃതശരീരം തീരത്തടിഞ്ഞ ഒരു കാഴ്ച നമ്മുടെ എല്ലാം കണ്ണു നനയിച്ചതാണ്. പക്ഷേ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ വന്നപ്പം ഈ പറയുന്ന ഒരൊറ്റ അറബ് രാഷ്ട്രങ്ങൾ അവരെ വാതിൽ തുറന്നിട്ടില്ല, അവർ തീരത്തെടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്, അന്തരിച്ചു പോയ ഫ്രാൻസിസ് പോപ്പാണ് പറഞ്ഞത്, ലോകത്തിന്റെ വാതിലുകൾ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടണം,
അവരും മനുഷ്യരാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക്, മതത്തിനപ്പുറമായ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങൾ പോകുന്നില്ല എന്നൊരു അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം പാലസ്തീനിൽ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ പാലസ്തീനെ ആക്രമിച്ച്, ഗസയിൽ ആക്രമിച്ച് ഇപ്പോൾ ഇതെല്ലാം നടന്നപ്പോൾ ഈജിപ്റ്റ് അതിർത്തി തുറന്നു കൊടുക്കുക, ഈജിപ്തിലേക്ക് അഭയാർത്ഥികളായിട്ട് പോകാനും സമ്മതിച്ചില്ല. എന്തിന്? ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ അടക്കം, റെഡ് ക്രോസിൻ്റെ അടക്കം മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും കയറ്റിയ വാഹനങ്ങൾ പോലും ഇതിലെ കടന്നു പോകാൻ ഈജിപ്റ്റ് അനുവദിച്ചില്ല. ഇല്ല. ഈജിപ്റ്റ് ഒരു മുസ്ലിം രാജ്യം തന്നെയാണ്. അല്ല, ഈജിപ്ത് പിന്നെ ഇസ്ലാമിക് കൺട്രി അല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഈജിപ്ത്. ടെഹ്റാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കാബൂൾ സർവകലാശാലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, കെയ്റോ സർവകലാശാല എന്ന് പറയുന്നതും പുരാതന ചരിത്രമുള്ള വളരെ മതേതര ബോധമുള്ള മനുഷ്യരാണ്. ഈജിപ്തിന് മതേതര ചരിത്രമുണ്ട്. ബൈബിളിലും ഖുറാനിലും ചരിത്രപരമായ പശ്ചാത്തലമുള്ള മണ്ണാണ് ഈജിപ്ത്. ഫറവോയുടെ കാലഘട്ടം തൊട്ടുള്ള ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈജിപ്തിനകത്ത് ഈ മുർസി കയറി വന്നപ്പം, ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പേരിൽ പിന്നെ മുർസി കയറി വന്നിട്ട് അതിനെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം ഉണ്ടായി. അങ്ങനെ ഭരണഘടന ഭേദഗതി നടത്താൻ നോക്കിയപ്പോഴാണ് മുർസിയെ പിടിച്ച് നാട്ടുകാർ സമരം നടത്തിയിട്ട്, അതായത് സിസിയെ പുറത്താക്കിയിട്ടാണ് മുർസി വരുന്നത്. സിസിയിലെ ഏകാധിപത്യം അവസാനിപ്പിച്ച് കലാപം ഉണ്ടായി, മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടാണ് പിന്നീട് ജനാധിപത്യ രീതിയിൽ മുർസി വരുന്നത്. മുർസി വന്നപ്പോൾ മുർസി ആദ്യം നോക്കിയത് മതേതര രാഷ്ട്രം എന്നുള്ളത് മതരാഷ്ട്രമാക്കാനാണ്. അതായത് ഇസ്ലാമിക് നിയമങ്ങളും ബാക്കിയുള്ളവരുടെ മേളിലും കൂടെ അടിച്ചേൽപ്പിക്കുക. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുടെ ജ്യൂസ് വരെ താമസിക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ ജനം കലാപം നടത്തി മുർസിയെ ജയിലിൽ അടച്ചു. അയാൾ ജയിലിൽ കടന്ന് ചാകുകയും ചെയ്തു. അപ്പോൾ ഈജിപ്ത് ഇത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഹമാസ് ഉൾപ്പെടെയുള്ളവർ ഈ പിന്നെ പോകുന്ന ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ ഹമാസ് ഉൾപ്പെടെയുള്ളവർ ഹൈജാക്ക് ചെയ്യുമെന്നാണ് അന്ന് ഈജിപ്ത് അതിന് ന്യായം പറഞ്ഞത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഗസയെ ആക്രമിച്ചു, പലസ്തീൻ ആക്രമിച്ചു എന്ന് പറയുമ്പം അത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കിലെടുക്കാൻ പറ്റത്തില്ല. കാരണം ഗസ ഉൾപ്പെടെയുള്ള പലസ്തീനകത്ത് അറബ് വംശജരാണ്, അവിടെ ക്രിസ്ത്യൻ അറബ് വംശജരുണ്ട്, മുസ്ലിം അറബ് വംശജരുണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്. പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്, ഇസ്രായേൽ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ തീവ്രവാദികൾ അവിടെ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു, അവരെ താവളമാണെന്നുള്ള രീതിയിൽ ആശുപത്രികളും സ്കൂളുകളും സംഭവങ്ങളൊക്കെ ആക്രമിച്ച ഒരു ചിത്രം ഉണ്ടായപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഇസ്രായേലും നെതന്യാഹുവും മറന്നു പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയായ ഒരു ജനത എന്ന രീതിയിൽ അവർ 1948 ഇസ്രായേൽ ഉണ്ടാവുന്നത്. 1945 അവസാനിച്ചിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തും ഹിറ്റ്ലറുടെ കാലത്തും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ളതും പീഡനം അനുഭവിച്ചിട്ടുള്ള ഗ്യാസ് ചേമ്പറുകളിൽ കൊണ്ടുപോയി 2.5 കോടി ജൂതന്മാരെ ജീവിച്ചവരുണ്ട്. കൂട്ടക്കൊല ചെയ്ത ഒരു ജനസഭ ലോക ചരിത്രത്തിൽ ഇല്ല. ലോകത്തെ ഏറ്റവും പീഡനം അനുഭവിക്കപ്പെട്ട വംശഗതയായ ഒരു ജനതയാണ്. പക്ഷെ അതിന്റെ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട്. ലോകം അന്ന് പൂർണ്ണമായിട്ടും റഷ്യ ഉൾപ്പെടെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ ലോകം മുഴുവൻ ഈ കിരാതമായിട്ടുള്ള ക്രൂരതയ്ക്കെതിരെ, ഹിറ്റ്ലർക്കെതിരെ അണിനിരുന്നു. അതായത് ജൂതന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ കിരാതമായിട്ടുള്ള രീതികളെ എതിർക്കുന്ന. അവിടെ മതപരമായ എലമെന്റ് ഉണ്ടായിരുന്നില്ല. കാരണം മതപരമായ എലമെന്റ് ഉണ്ടെങ്കിൽ അന്ന് ഈ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളും കൂടി ഇസ്രായേലിനെ തീർക്കാനാണ് നോക്കുക. കാരണം യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ഈ പിന്നെ ജൂതന്മാരാണ് എന്നതിന്റെ ബിബ്ലിക്കലായിട്ടുള്ള ശത്രുതയോടെ കിടക്കുന്നുണ്ട്. പക്ഷേ ആ ശത്രുതയ്ക്ക് അപ്പുറത്ത് മാനവികതയുടെ വിശാലമായ ഭൂമിയിലേക്ക് ആ ഇസ്രായേലാണ് പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ വംശഹത്യക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ് അവശേഷിക്കുന്നത്. പക്ഷെ അത് അവരുടെ സെക്യൂരിറ്റി പിന്നെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്ത് തങ്ങൾക്ക് ത്രെറ്റാവുന്നവരെ ആക്രമിക്കുന്നില്ല. അല്ലല്ല, അവിടെ ഒരു വലിയ വിയോജിപ്പുണ്ട്. അതായത് ഗസയെ ആക്രമിച്ചിട്ട് ഈ ഗസയിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു കൗൺസിൽ രൂപീകരിച്ച് അവിടെ പൂങ്കാവനമാക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയൊരു ഇത് സൃഷ്ടിക്കുകയാണ്. അവിടെ ആർക്ക് വേണ്ടി റീബിൽഡ് ചെയ്യുന്നു? ആർക്ക് വേണ്ടി? കോർപ്പറേറ്റ് കമ്പനികൾക്ക് അല്ല, അവിടെ ജൂതന്മാരെ കയറി താമസിപ്പിച്ചു കഴിഞ്ഞു, പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. അവരവിടെ ആ ഭാഗം മുഴുവൻ, അവിടെ ഒരൊറ്റ പലസ്തീനിയില്ല. ആ പലസ്തീനികളെല്ലാം വെസ്റ്റ് ബാങ്കിലേക്ക് മാറി. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുകയാണ്. ആ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഈ പലസ്തീനികളെ ഓടിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ ഓടിക്കുക എന്നുള്ളതല്ല, അവിടെ നിന്ന് ഹമാസിനെ തൂത്തെറിഞ്ഞിട്ട് അങ്ങനെയാണ് രാജൻ ഭായി അതിന്റെ പ്രശ്നം എല്ലാം പറയുന്നത്. തീവ്രവാദികളെ എഴുതി വെക്കണം. ഇറാനെ ആക്രമിച്ചതിൽ എന്താ പറയുന്നത്, മതരാഷ്ട്രവാദം, അവിടെ യുവാക്കളെ കൊന്നെടുക്കുന്നു, യാതൊരു ഇതുമില്ല. ഞാൻ
ഞാൻ ചോദിക്കണേ, ഇത് ഒരു വീടിനകത്ത് മറ്റൊരു വീട്ടുകാരന് ഇവിടെ കയറി അത് ഇത് ചെയ്യാൻ, നിയന്ത്രിക്കാൻ, ഈ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം എന്താണ്? ചില സമയത്ത് അവകാശം നിയമം അല്ലല്ല, അത് രാഷ്ട്രങ്ങൾ ഞാൻ എന്റെ വീട്ടില് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നാട്ടുകാർ സിമ്പിൾ ഉദാഹരണമാണ്. പക്ഷെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആ രാജ്യത്തെ കറക്റ്റീവ് ഫോഴ്സായിട്ട് മാറേണ്ടത്, ആ രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്, അവിടെ ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്, മതാധിപത്യമാണെങ്കിൽ അത് തിരുത്തേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അഭയം കൊടുത്തത്? അല്ല, അത് ശരി, അത് ആ രാജ്യത്തെ ജനങ്ങളാണ് അതിന് ഇനീഷ്യേറ്റീവ് ചെയ്യേണ്ടത്, ശരിയല്ലേ? ഇപ്പൊ ഞാൻ പറയാം, പിന്നെ റീബിൽഡ് ശ്രീലങ്ക നമ്മൾ കണ്ടു. ശ്രീലങ്ക ചൈനയുമായിട്ട് ഒട്ടിയിട്ട് ഹാമൻബട്ട പിന്നെ പോർട്ടും കൊണ്ടുവന്ന് ഇവരുടെ എല്ലാ മുതലും അവർ പിന്നെ കട്ടെടുത്തോണ്ട് ഊറ്റിയെടുത്ത് പോയി കഴിഞ്ഞപ്പം ഒരു ദിവസം പിന്നെ അതായത് വെറും ഗ്യാസ് കിട്ടാൻ കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. ആകെ പിടുത്തം വിട്ടുപോയി. ആ അവസ്ഥയിൽ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഓഫീസിലേക്ക് ശ്രീലങ്കയിലെ ജനങ്ങൾ കയറി വരുന്നു, പ്രസിഡന്റ് അടുക്കളയിൽ ഓംപ്ലേറ്റ് അടിക്കുന്നു, പ്രസിഡന്റ് ഉടുപ്പെടുത്തിടുന്നു, പ്രസിഡന്റ് നീന്തൽക്കുളത്തിൽ കുളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നീട് അവിടെ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായി. മാലദ്വീപിൽ ഇടപെട്ടു, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇടപെട്ടു. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, അതെല്ലാം പരാജയം. മാലദ്വീപിൽ ഇടപെട്ടിട്ട് എന്തായി? മാലദ്വീപ് ഇന്ത്യയുടെ സത്യരാവുന്ന സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നെ അതുകൊണ്ട് മാലദ്വീപിന് നഷ്ടമായി. മാലദ്വീപില് മറ്റേ നജീം മാറിയിട്ട് മറ്റേ ഇയാൾ വന്നു കഴിഞ്ഞപ്പം അയാള് നേരെ ചൈനയിലേക്ക് ഒരു യാത്ര പോയി. ചൈനയായിട്ട് പോയിട്ട് ചൈനയുമായിട്ട് ഒരു ടൈപ്പിലും സഖ്യകക്ഷിയായിട്ടാവുന്ന രീതിയിലെത്തി. ചൈന പറഞ്ഞു ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ അവിടെ ഒരു എയർ ആംബുലൻസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ നേവി. ഈ ആളുകളെ പല ദ്വീപിൽ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും പിക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. കാരണം തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക്കൽ പ്ലേസ് ആണ്. കാരണം ഈ കടലിലോട്ടുള്ള എയർ ഡിസ്റ്റൻസ് വെച്ചിട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം പിന്നെ നമ്മളുടെ ഒരു ഹബ്ബ് പോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയും പക്ഷെ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല അവരുടെ വിദേശ സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിരുന്നു. ഇവർ ചൈനയുമായിട്ട് കൈ കൊടുത്തിട്ട് ചൈന 5 പൈസ അങ്ങോട്ട് കൊടുക്കുമോ? ചൈന 5 പൈസ കൊടുത്താൽ 10 രൂപ ഇങ്ങോട്ട് തിരിച്ചെടുക്കാമെന്ന് കണ്ടിട്ടേ കൊടുക്കത്തുള്ളൂ. അവർ ബേസിക്കലി കച്ചവടക്കാരാണ്. നമ്മൾ നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാലിദ്വീപ് പെട്ടുപോയില്ലേ? മാലിദ്വീപിന് ബദലായിട്ട് ലക്ഷദ്വീപിൽ പോയിട്ട് അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ ആ പവിഴ ദ്വീപിൽ പോയിട്ട് ഒന്ന് കടലിൽ കുളിക്കുന്ന സീനിട്ടു. ഇത് ലോകത്ത് മുഴുവൻ പ്രചരിച്ചു. അതിനെ പരിഹസിച്ചുകൊണ്ട് മാലിദ്വീപിലെ മന്ത്രിമാർ സംസാരിച്ചു. എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സും അതേപോലെ ഇന്ത്യയിലെ സെലിബ്രിറ്റികളും മാലിദ്വീപിലേക്ക് നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് പോകാൻ പറ്റുന്നതും അതേപോലെ ഹണിമൂൺ ആഘോഷിക്കാനും ഒക്കെ പോകുന്ന സ്ഥലമാണ്. അവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സ് അവസാനം രാജ്യത്തോട് പറഞ്ഞു ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് പറയേണ്ട അവസ്ഥയുണ്ടായി. അവരുടെ എക്കണോമി തകരുന്ന അവസ്ഥയാണ്. അതെ ഞാൻ പറഞ്ഞത്. ഇന്ത്യയോട് കളിക്കാനൊന്നും ഇവർ വളർന്നിട്ടില്ല. കളിക്കാൻ വളർന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് ലോകത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലോകം നിലനിൽക്കണമെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവണം. ആ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും പരസ്പരം ബഹുമാനിക്കുകയും തുല്യതയോടെ കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ സംഘം ചെയ്ത് കാട്ടുനീതി നടപ്പാക്കലാണ്. ഞങ്ങളെ ഓരോ രാജ്യത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ഇസ്രായേൽ ചെയ്യുന്നത് പിന്നെ ഓരോ രാജ്യത്തെ രക്ഷിക്കാന്നല്ല, ഇസ്രായേൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇസ്രായേലിൻ്റെത്. അമേരിക്കയുടെ കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേ ഇസ്രായേൽ 1948 മുമ്പുള്ള ചരിത്രം ആലോചിക്കുന്നില്ല. എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത്? ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുമ്പോൾ തുല്യമായ അപ്പുറത്ത് പലസ്തീൻ എന്നുള്ള രാജ്യം എന്നുള്ള ധാരണ ആ ഒരു സെറ്റിൽമെന്റ് അന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങനെയാ തകർന്നത് ആലോചിച്ച് നോക്കൂ. പിന്നെ 2024 ഈ പറയുന്ന രാജ്ഭായ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹമാസ് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേല് പലസ്തീനെ കടത്തി പുറപ്പെട്ടിട്ടുണ്ടോ? അല്ല, അതൊരു കാര്യമുണ്ട്. തീവ്രവാദ മനോഭാവമുള്ള ഒരു പല കാലഘട്ടത്തിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം സിമി ഉണ്ടായിരുന്നു. സിമി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ സാധനം ഉണ്ടായി. ഇവിടെ പിന്നെ NDF വന്നു. NDF എന്നുള്ളത് മാറിയിട്ട് പിന്നെ SDPI ആയി, പോപ്പുലർ ഫ്രണ്ടായി. ഇങ്ങനെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇതിനകത്തുള്ളൊരു പിന്നെ വിഷയം ഇപ്പോഴും എനിക്ക് ചിരി വരുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ഏതോ വിവരമില്ലാത്ത പിന്നെ DYFI-കാരൻ ആരുമാണ് പ്രസംഗിച്ചത്. PK ശശി പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കിയത്. ഒരുത്തം പറയാ യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയായ ഇസ്രായേൽ, യൂറോപ്പിൻ്റെ ഹൃദയഭൂമി ഏത് മിഡിൽ ഈസ്റ്റിൽ കിടക്കുക. അതേപോലെ തന്നെ യാസർ അറാഫത്തിനെ അമേരിക്ക വെടിവെച്ച് കൊന്നു. യാസർ അറാഫത്ത് പ്രായം വന്ന് മരിച്ചതാ. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്തിനെ ലോകം മുഴുവൻ ആദരിച്ചിട്ടുള്ളതാ. ഈ ആയത്തുള്ള കൊമേനിയെ പോലല്ല, ലോകം മുഴുവൻ ആദരിച്ചിട്ടുള്ളതാ. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ ഇപ്പൊ ഇക്കാര്യത്തിൽ വിമർശിക്കണേ. അതെ, അപ്പൊ ഒരു കാര്യമുണ്ട്. നമുക്ക് പിന്നെ ഈ ചർച്ച ഇവിടെ തീരില്ല, അരമണിക്കൂറായി. നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പിന്നീട് ചർച്ച ചെയ്യാം. തൽക്കാലം നമ്മൾ രണ്ടുപേരും 2 തരത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. എന്തായിരുന്നാലും ഇറാനിലെയും
അമേരിക്കയിലെയും ഇസ്രായേലിലെയും അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൽ അല്ല, ലോകം തകർക്കും, പാലസ്തീനിലെയും എല്ലാ ജനങ്ങളും അതാണ്. സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും കടന്നുറങ്ങുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം.